റൊണാൾഡോ കംബാക്ക് നടത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, ഇന്നത്തെ മാച്ചിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് നമ്മളെ റൊണാൾഡോ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ഞാൻ എടുക്കുക. അപ്പം ഇപ്പോൾ കളി കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 15 മിനിറ്റൊക്കെ ആയതേ ഉള്ളൂ. ഞാനപ്പോൾ തന്നെ വീഡിയോ ചെയ്യുക. ബിക്കോസ് ഇത് ചെയ്യണം, നമ്മളെ ചെറുക്കൻ തിരിച്ചു വന്ന കളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ള് റിവ്യൂ പോലെ പറയാനാണ്. അപ്പോൾ ഇന്ന് മാച്ച് ഉണ്ടായിരുന്നു. ഇന്ന് മാച്ച് പോർച്ചുഗലും ഉസ്ബെക്കും ആയിരുന്നു. അപ്പോൾ ജോർജിയയിലായതുകൊണ്ട് തന്നെ ഇവിടെ 9 മണിക്കും നാട്ടിൽ 10:30 ആയിരുന്നു മാച്ച്. അപ്പം ഇവിടെ 9 മണിക്കാണ് കാണുന്നത്, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈം, ജോർജിയൻ സ്റ്റാൻഡേർഡ് ടൈമിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കളി കഴിഞ്ഞ് നമ്മളെ ചെറുക്കൻ തിരിച്ച് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഗോളടിച്ച് തുടങ്ങി. കളി ജയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ ഫുൾ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങൾ പറയാം. ഞാൻ കളി കണ്ടു കഴിഞ്ഞു, ഫുൾ കളിയും കണ്ടു. ഇവിടെ പിന്നെ സൈറ്റ് കിട്ടാൻ പാടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാത്ത രീതിയിൽ വേറൊരു സൈറ്റുണ്ട്, അപ്പോൾ ആ വഴി ഞാൻ കണ്ടു. ആർക്കെങ്കിലും സൈറ്റ് ഇവിടെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞുതരാം. അതിപ്പോൾ പറയുന്നില്ല സൈറ്റ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വെളിയിൽ നിന്നൊക്കെ കാണണമെങ്കിൽ ഈ സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാം. പിന്നെ എന്തായാലും അടിപൊളി കളിയായിരുന്നു. 5-0 നമ്മളെ പോർച്ചുഗൽ ജയിച്ചത്. അതുകൊണ്ട് തന്നെ വൻ സന്തോഷത്തിലാണ്. ഒരു രക്ഷയില്ലാത്ത കളിയായിപ്പോയി. ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ഇതിൽ ജയിക്കുമെന്ന്. പക്ഷെ ഒരു 3 ഗോളൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെറുക്കൻ കളിച്ചത്. ആദ്യത്തെ 6 മിനിറ്റിൽ തന്നെ ഗോളടിച്ചു. ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു ആദ്യത്തെ 6 മിനിറ്റിൽ. അതിനുശേഷം പിന്നെ 39-ാമത്തെ മിനിറ്റിലും നമ്മൾ റൊണാൾഡോ ഗോളടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗോള് എല്ലാവർക്കും ഒരു പാഠമായിട്ടിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അടിച്ചത്. എന്നിട്ട് ഒരു സൂ എന്ന് പറയുകയും ചെയ്ത് ആൾക്കാരെ മുന്നിൽ 2 പ്രാവശ്യം ചെയ്ത്. ഹാട്രിക് അടിക്കാൻ ചെറുക്കന് പറ്റിയില്ല, പക്ഷേ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് 2 ഗോൾ, ഒരു തിരിച്ചടിക്ക് കൊടുക്കാനായിട്ടുള്ള 2 ഗോൾ കിട്ടിയിട്ടുണ്ട്. അത് മതി. ഒന്നും അടിക്കാതെ പോയില്ലല്ലോ. ആദ്യത്തെ കളിയിലെ നിരാശ, പലരും ട്രോളി, എന്തൊക്കെ സഹിച്ച് എല്ലാം കൂടെ കടന്നു വന്ന് ചെറുക്കൻ ഈ കളി 2 ഗോൾ അടിച്ച് തിരിച്ചു പോയി. അത് മതി. ഇനിയിപ്പോൾ അടുത്തത്, ഇതിപ്പം എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടുണ്ട്, പോയിൻറ്റ്സ് ടേബിളിൽ ഫസ്റ്റാണ്. അപ്പോൾ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും തകർത്തു. 5 ഗോൾ. 6-ാമത്തെ മിനിറ്റും 39-ാമത്തെ മിനിറ്റും നമ്മളെ ചെറുക്കനാണ് അടിച്ചത്. അതിനുശേഷം 2-3 ചാൻസ് കിട്ടി, പക്ഷേ അത് അടിക്കാൻ പറ്റിയില്ല. ചിലത് കാലി വരില്ല. പക്ഷേ ഇന്നാണ് പോർച്ചുഗൽ ടീം ഒരുമിച്ച് കളിച്ചതായിട്ട് എനിക്ക് എവിടെയോ തോന്നി. ഒരു രക്ഷയില്ല. പാസൊക്കെ റൊണാൾഡോയ്ക്ക് കൊടുത്ത് എല്ലാവരും ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കളിയായിപ്പോയി. ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നമുക്ക് കപ്പ് എടുക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. എന്തായാലും നമുക്ക് ഫുള്ള് നമ്മളെ ചെറുക്കൻ എന്തായാലും കംബാക്ക് അടിച്ചു. എനിക്കത് മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഫുള്ള് ഒരു എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ്, കാര്യങ്ങൾ എല്ലാം ഞാനൊന്ന് പറഞ്ഞുതരാമേ. കളിയിലെ ഇന്നത്തെ റിവ്യൂ. അപ്പോൾ ഇന്ന് കളി 5-0 പോർച്ചുഗൽ ജയിച്ചത്. ഇപ്പോൾ റൊണാൾഡോ പിന്നെ ന്യൂനോ മെൻഡസ് ഒരു ഗോൾ അടിച്ചായിരുന്നു 17-ാമത്തെ മിനിറ്റിൽ. പിന്നെ അപ്പുറത്തെ ടീമിൻ്റെ ഒരാൾ ഓൺ ഗോൾ അടിച്ചായിരുന്നു. അബു വഹീഡ് നമത്തോവ് എന്ന് പറഞ്ഞ ആൾ ഓൺ ഗോളും അടിച്ചായിരുന്നു. അതിൽ 60-ാമത്തെ മിനിറ്റിൽ. അങ്ങനെ 4-ാമത്തെ ഗോളും. പിന്നെ ലാസ്റ്റ് 87-ാം മിനിറ്റിൽ റഫേലിയോയും അടിച്ചതാണ് 5 ഗോള്. അപ്പോൾ ഒരു തകർപ്പൻ ഇത് തന്നെയായിരുന്നു. ലൈനപ്പ് റൂബൻ ഡിയാസിനെ ഇപ്രാവശ്യം ഇറക്കി. പിന്നെ കഴിഞ്ഞ കളിയിലെ ബെർണാൻഡോ ഇപ്പം മാറ്റിയിട്ട് ജെ ഫിലിക്സിനെ ഇറക്കി. ഇപ്പോൾ കഴിഞ്ഞ കളി ഇതില്ലായിരുന്നു. എന്തായാലും ഒരു വൻ മാറ്റം തന്നെയാണ്. രക്ഷയില്ല. കളി എന്തായാലും പൊളിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഷോട്ട്സ് 16 ഇവിടെ ഉണ്ട്. 606 പാസസ് ഉണ്ട് പോർച്ചുഗലിന്. പിന്നെ കൂടുതലും ഷോട്ട്സ് ഓൺ ടാർഗറ്റും പോർച്ചുഗൽ തന്നെയാണ്. ഫൗൾസ് 14, അപ്പുറത്ത് 15. യെല്ലോ കാർഡ് 2 ടീമിനും ഒരു ഇത് വെച്ച് കിട്ടി. 2 ഓഫ് സൈഡും കിട്ടിയിട്ടുണ്ട്. 3 കോർണർ പോർച്ചുഗലിലുണ്ട്, 2 കോർണർ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇപ്പം ഫസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോയിന്റ്സ് നിലയിൽ
ഗ്രൂപ്പിലുള്ളവർ പോർച്ചുഗൽ, കൊളംബിയ, DR കോങ്കോ, ഉസ്ബെക്കാണ്. അതിൽ പോർച്ചുഗൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 2 കളി 1 ജയം 1 ഡ്രോ, അങ്ങനെ 4 പോയിൻറ്റുമായിട്ട് 1ാം സ്ഥാനത്തുണ്ട്. പിന്നെ കൊളംബിയ 1 കളിയെ കളിച്ചിട്ടുള്ളൂ, അവർ ഉസ്ബെക്കിൻ്റെ കൂടെ തന്നെ ജയിച്ചിട്ടുണ്ട്. മറ്റേത് DR കോങ്കോ ഡ്രോയാണ്. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ 2 കളിയും തോറ്റ്, അവരെന്തായാലും പുറത്താണ്. 2 കളിയും തോറ്റാൽ ഇനിയിപ്പോൾ ജയിക്കാൻ പറ്റില്ല. ജയിക്കണമെങ്കിലും കൊളംബിയ ഇനി തോറ്റാലില്ല, ഇനിയിപ്പോൾ പാടാണ്. അതുകൊണ്ട് തന്നെ പുറത്തായി ഉസ്ബെക്ക്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫസ്റ്റിലാണ്. ഇനി അടുത്ത നമ്മളെ കളി വരുന്നത് എല്ലാവർക്കും അറിയാം. എനിക്ക് 28-ാം തീയതി 4 മണിക്ക് ജോർജിയൻ്റെ 4:05 തോന്നുന്നു കൊളംബിയ ആയിട്ടാണ് പോർച്ചുഗലിൻ്റെ മാച്ച്. അതൊരു വല്ലാത്ത മാച്ചാണ്. അതും കൂടെ റൊണാൾഡോ അടിച്ച് നമ്മുടെ ടീം റൗണ്ടിൽ 16-ലെത്തിയാൽ പൊളിച്ചതിന് ഒരു രക്ഷയില്ല. എന്തായാലും പൊളിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. കാരണം എന്തായാലും ഇനിയിപ്പം വലിയ ഇതില്ല. ഇനിയിപ്പം കൊളംബിയ മാത്രം നോക്കിയാൽ അതിനുശേഷം ബാക്കി. ഇനിയിപ്പോൾ ഈ കളി ഇത്രയും ഇതിൽ ജയിച്ചത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. നമ്മളെ ചെറുക്കനും തിരിച്ചെത്തി, എല്ലാവർക്കും ഒരു തിരിച്ചടി ആയിക്കൊണ്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു. എന്തായാലും എത്തിയിട്ടുണ്ട്. എന്തായാലും ഹാപ്പി. ഇന്നത്തെ കളി കണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് കിടക്കാൻ പോവുക. ഇനിയിപ്പോൾ ഒരു സമാധാനത്തിൽ ഉറങ്ങാം. അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷത്തിൽ നമ്മളെ ചെറുക്കൻ്റെ ഗോളും കണ്ട് ഇനി ഉറങ്ങാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കളി കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും നമ്മളെ ചെറുക്കൻ തിരിച്ചു വന്നത്. ഏത് ഗോളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നെല്ലാം കമൻറ്റിലൂടെ അറിയിക്കും. ഏത് ഫാനാണ് നിങ്ങൾ? എന്തായാലും റൊണാൾഡോ ഫാനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ കളി ഇഷ്ടപ്പെട്ട എനിക്കൊരു ലൈക്ക് അടിക്കണം. ഇന്നത്തെ കളിയുടെ ഇതെല്ലാം നിങ്ങൾ റിവ്യൂയിലൂടെ അറിയിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.